എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് റെസിപ്പികൾ നോക്കാം. ഒരുപാട് അമ്മമാർ കമൻറ്റ് ചെയ്യാറുണ്ട് പുതിയതായിട്ട് കുട്ടികളുടെ റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് 6 മാസം മുതൽ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പികളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ച് മുതിർന്ന കുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്ന റെസിപ്പികൾ ഇതിലുണ്ട്. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ തൊട്ട് നമ്മൾ വീട്ടിലുള്ള ആഹാരം കൊടുത്ത് ശീലിപ്പിക്കുക. നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരവും കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ കുറേശ്ശെ കയ്യിലെടുത്ത് ഞെരടിയിട്ട് കൊടുത്ത് ശീലിക്കുക. അതുപോലെ തന്നെ എപ്പോഴും കുറുക്ക് രൂപത്തിലുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ചവച്ച് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കുറുക്കും അതുപോലെ തന്നെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള റെസിപ്പികളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുക്കാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു 100 ml നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 100 ml ഒന്നും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആവശ്യം വരില്ല. ഞാനിവിടെ 2 കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അളവാണ് എടുത്തുള്ളത്. അപ്പോൾ നിങ്ങളിതിൻ്റെ പകുതി എടുത്താൽ മതിയാകും. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് അത് ഏകദേശം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് ഇതിൻ്റെ പാല് എടുക്കണം. അപ്പോൾ ഇത് അധികം വെള്ളം ഇല്ലാതെ ഈ ഒരു നുറുക്ക് ഗോതമ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഇതിൻ്റെ നീര് നമുക്കെടുക്കാം. ഈ ഒരു കുറുക്ക് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കാനായിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുക്കാണ്. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന എല്ലാ റെസിപ്പികളും മുതിർന്നവർക്കും കഴിക്കാൻ പറ്റുന്ന റെസിപ്പികളാണ്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ നുറുക്ക് ഗോതമ്പ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു അരിപ്പ വഴി നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ പാലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാലെടുത്തിട്ടാണ് നമ്മൾ കുറുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കുറുക്ക് കുറുക്കുമ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പശുവിൻ്റെ പാല് ഉൾപ്പെടുത്താൻ പാടുള്ളൂ. അതുപോലെ തന്നെ പശുവിൻ്റെ പാല് കട്ടിയായിട്ട് കൊടുക്കരുത്. വളരെ നേർപ്പിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അത് പെട്ടെന്ന് ദഹിക്കുന്ന ഒന്നല്ല പശുവിൻ്റെ പാല്. അപ്പം ചില കുട്ടികൾക്ക് പാൽ അലർജി കാണും. അപ്പോൾ അതൊക്കെ നോക്കി ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പുതിയ ആഹാരങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ തേങ്ങാപ്പാലെന്ന് പറയുന്നത് വളരെ സേഫാണ്. അതുപോലെ കുട്ടികളുടെ സ്കിന്നിനും ഒക്കെ നല്ലൊരു ഗ്ലേസിങ് ഒക്കെ കിട്ടാൻ തേങ്ങാപ്പാൽ വളരെ നല്ലതാണ്. അപ്പോൾ കുറുക്കുണ്ടാക്കുമ്പോൾ പാലിന് വരെ നിങ്ങൾ തേങ്ങാപ്പാൽ വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഗോതമ്പിൻ്റെ പാല് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം 2 തവണയായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. അതിൻ്റെ ഫുൾ പാലും നമ്മൾ കറക്റ്റായിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇതിനി ഒരു സോസ് പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുട്ടികൾക്ക് നിങ്ങൾ മധുരം കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ അഥവാ കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ശർക്കരയോ അതുപോലെ തന്നെ പനങ്കൽക്കണ്ടോ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു കുറുക്കിന് ശർക്കരയാണ് എടുക്കുന്നത്. പനങ്കൽക്കണ്ടം ഞാൻ അടുത്ത കുറുക്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പനങ്കൽക്കണ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ വാങ്ങിക്കാനായിട്ട് കിട്ടുന്ന ഒന്നാണ്. അതുപോലെ ഇവിടെ എടുത്തിരിക്കുന്ന ശർക്കര വളരെ ഒട്ടും തന്നെ അഴുക്കില്ലാത്തതാണ്. അപ്പോൾ നിങ്ങളുടെ ശർക്കരയ്ക്ക് അഴുക്കുണ്ടെങ്കിൽ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ശർക്കരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇടപെടാതെ ഇളക്കിക്കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു കുറുക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഇത് കട്ട കെട്ടിപ്പോവും. ഇപ്പോൾ നമ്മുടെ കുറുക്ക് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 തുള്ളി നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാണെങ്കിൽ അത് 2 തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ 1 നുള്ള ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ കുറുക്കൊക്കെ എപ്പോഴും സെർവ് ചെയ്യുമ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് കൊടുക്കുക. ഒരുപാടങ്ങ് തണുത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കത് കുടിക്കാനായിട്ട് രസം ഉണ്ടാവില്ല. അതുപോലെ ചെറിയ ചൂടോട് തന്നെ കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു സ്നാക്കാണ്. ബ്രെഡ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് 1 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പം 1 വയസ്സിൽ താഴെയാണെങ്കിൽ കൈവച്ചിട്ട് ഉടച്ചു കൊടുക്കുന്നത് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ കൊടുക്കാവുന്നതാണ്. പക്ഷേ
1 വയസ്സിന് മുകളിലോട്ടാണ് ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ പല്ല് വന്നു തുടങ്ങിയ കുട്ടികൾക്കാണ് ഈ ഒരു സ്നാക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതൊരു ചപ്പാത്തി പലക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പീനട്ട് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞാൽ കപ്പലണ്ടിയുടെ ഒരു ബട്ടറാണ്. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ കിഡ്സിൻ്റെ സ്പെഷ്യലായിട്ടുള്ളത് വാങ്ങിക്കുക, അതായത് ഓർഗാനിക് രീതിയിൽ ഉള്ളത് വാങ്ങിക്കുക. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം പീനട്ട് ബട്ടർ കുറച്ചതിൽ തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പഴം ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഈ പഴത്തിന് പകരം നിങ്ങൾക്ക് ഏത്തക്കായും എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു ബ്രെഡ് ഒന്ന് റോൾ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ റോൾ ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മളെല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മുട്ട ഒന്ന് അടിച്ചു കൊടുത്തിട്ട് അതിൽ മുക്കിയിട്ട് നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രെഡ് റോളിൽ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പഴത്തിൽ അത്യാവശ്യം നല്ല മധുരമുണ്ട്, അതുപോലെ പീനട്ട് ബട്ടറിന് ചെറുതായിട്ടൊരു മധുരവും പീനട്ടിൻ്റെ ഒരു മധുരമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് പാത്രത്തിൽ പാനിൽ തിരിച്ച് മറിച്ചിട്ട് എടുക്കാൻ പോവാണ്. കുറച്ച് ബട്ടറാണ് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. നമ്മൾ ചുരുട്ടി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസുകൾ ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് ഇതിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം എല്ലാ സൈഡും ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റോളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഉള്ളിൽ പഴത്തിന് പകരം നിങ്ങൾക്ക് ആപ്പിൾ എടുക്കാം, ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു പീനട്ട് ബട്ടറിന് പകരം നിങ്ങൾക്ക് പാൽപ്പാടയോ നിങ്ങളുടെ വീട്ടിലുള്ള എന്താണോ അത് തേച്ച് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റിൻ്റെ ഒരു റോള് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്മൂത്തിയാണ്. അപ്പോൾ സ്മൂത്തി നിങ്ങൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രം അത് കൊടുക്കുക. അപ്പോൾ ഇത് 6 മാസം മുതൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 6 മാസം മുതൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഞാനിവിടെ പാലാണ് എടുത്തിട്ടുള്ളത്. പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലിൽ ഇത് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പഴം എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് കുറച്ച് പീനട്ട് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ യുക്തിക്കനുസരിച്ചിട്ട് ഇതിൽ ഇൻഗ്രീഡിയൻസിന് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത മുന്തിരി നന്നായിട്ട് കഴുകിയിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുത്തു. മുന്തിരിങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് ഡേറ്റ്സും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് വളരെ നേർപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് മതിയാകും, കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ വയറ് നിറയും. കുറച്ച് നേരത്തേക്ക് വിശപ്പും കാണില്ല. അപ്പം നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സ്മൂത്തിയാണിത്. അപ്പോൾ ഇത് നിങ്ങൾ സ്മൂത്തി കൊടുക്കാറുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. ചില കുട്ടികൾക്ക് ദഹിക്കാൻ കുറച്ച് പാടായിരിക്കും, അങ്ങനെയുള്ളവർ കൊടുക്കരുത്. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു മൾട്ടിഗ്രെയിൻ കുറുക്കാണ്. മൾട്ടിഗ്രെയിൻ എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള ധാന്യങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഇത് പായസം വെക്കുന്ന അരിയാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് മട്ടയരിയോ പച്ചരിയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് നുറുക്ക് ഗോതമ്പാണ്. അപ്പോൾ എല്ലാം ഞാൻ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് ചെറുപയർ തൊലി കളഞ്ഞിട്ടുള്ളതാണ്, അതും 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് പൊട്ട് കടലപ്പരിപ്പാണ്, അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ഉഴുന്നാണ്, അതും 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ ഒരു 7-8-10 കപ്പലണ്ടി തൊലി കളഞ്ഞത്, അതുപോലെ കുറച്ച് ഹേസൽനട്ടും എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഒരുപാട് ചേർത്ത് കൊടുത്താൽ ഇത് നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് ഓയിലി ആയി പോവും. അപ്പോൾ ഇത് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ കപ്പലണ്ടിയും പൊട്ടുകടലയും ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ഒരുമിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാം നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പം എല്ലാം നമ്മൾ കഴുകിയിട്ട് ഉണക്കിയെടുക്കാം. നാട്ടിലുള്ളവരാണെങ്കിൽ കഴുകിയിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ ഇതിനി ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് കുറഞ്ഞ തേയിലിട്ട് ഇപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും അതുപോലെ പൊട്ടുകടലപ്പരിപ്പും നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. പൊട്ടുകടല എന്ന് പറയുമ്പോൾ നമ്മൾ മിക്സ്ചറിനകത്തൊക്കെ കിടക്കുന്ന അതുപോലെ അവൽ നനച്ചത്
അവൽ വരട്ടിയതിനകത്തൊക്കെയുള്ള സാധനമാണ്. അതുപോലെ നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പരിപ്പാണിത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പായസം വെക്കുന്ന കടലപ്പരിപ്പും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കുറുക്ക് 8 മാസം കഴിയുമ്പോൾ തൊട്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ പൊടിച്ച് സൂക്ഷിച്ച് വെക്കുമായിരുന്നു. അപ്പോൾ എന്നും ഇത് ഒരു നേരമെങ്കിലും ഇത് കൊടുത്തിട്ടുണ്ട്. നല്ലതാണ്, എല്ലാ ന്യൂട്രിയൻസും ഉള്ള ഒരു കുറുക്കാണിത്. നിങ്ങളുടെ യുക്തിക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ഉള്ള ധാന്യങ്ങളൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഇതിനു മുൻപ് നമ്മളൊരു നവധാന്യ കുറുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാടങ്ങ് ഫൈനായിട്ടല്ല ഞാൻ പൊടിച്ചിട്ടുള്ളത്, കുറച്ച് തരിതരിപ്പ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിനി കുറുക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് എപ്പോഴും എടുക്കാൻ പാടാണെങ്കിൽ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചാലും മതി. പക്ഷേ ഞാനൊക്കെ എൻ്റെ മോൾക്ക് കുറുക്കുണ്ടാക്കുമ്പോൾ അപ്പം തന്നെ തിരിങ്ങി പിഴിഞ്ഞിട്ടാണ് തേങ്ങാപ്പാൽ എടുക്കാറുള്ളത്. തേങ്ങാപ്പാലിലാണ് കുറുക്കൊക്കെ കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ഗ്ലാസ് വെള്ളവും തേങ്ങാപ്പാലും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തേങ്ങാപ്പാലിൽ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നവധാന്യം കുറച്ച് 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കട്ടകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏത് കുറുക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. സാധാരണയായിട്ട് നമ്മൾ കായപ്പൊടി അതുപോലെ തന്നെ പഞ്ഞിപ്പുല്ലൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ചേർക്കുന്നത് പനങ്കൽക്കണ്ടമാണ്. പനങ്കൽക്കണ്ടം എല്ലാ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ അങ്ങാടിക്കടകളിലും കിട്ടും. ഇത് പനയുടെ ഷുഗറാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് കഫക്കെട്ട് ഒഴിവാക്കാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു പനങ്കൽക്കണ്ടം നന്നായിട്ട് കഴുകിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ വെള്ളത്തിലിട്ട് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുക, എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇത് നമ്മൾ കുറുക്കിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് മെയിനായിട്ട് നമ്മൾ കഫക്കെട്ട് ഇല്ലാതാക്കാനാണ് നമ്മളിത് കൊടുക്കുന്നത്. പഞ്ഞിപ്പുല്ലൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കഫക്കെട്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പനങ്കൽക്കണ്ടം ചേർക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെറുതീയിലിട്ട് ഇത് നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുറുക്കും ചെയ്യുമ്പോൾ 2 തുള്ളി നെയ്യ് കൂടെ ഒഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതും ചെറിയ ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറുക്ക് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് കായ പൊടിച്ചത് അതുപോലെ തന്നെ പഞ്ഞിപ്പുല്ല് അല്ലെങ്കിൽ റാഗി അതൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നവധാന്യവും നമ്മളൊരു 7 മാസം മുതൽ നിങ്ങൾക്ക് കൊടുത്തു തുടങ്ങാം. വളരെ പോഷകപ്രദമായിട്ടുള്ളതാണ് നവധാന്യം. അതുപോലെ തന്നെ പച്ചക്കറി, ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് പ്യൂരി ആക്കിയും കൊടുക്കാവുന്നതാണ്. അപ്പം ഈ കുറുക്കിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പുതുതായിട്ട് നിങ്ങൾക്ക് റെസിപ്പികൾ വേണമെന്നുണ്ടെങ്കിലും വീഡിയോയുടെ താഴെ പറയാവുന്നതാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്